ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്ന് നമ്മുടെ HSDയുടെ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സമയം 12 മണി ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ, എക്സാമിന്റെ അനുഭവം കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമാക്കപ്പെട്ട അനുഭവങ്ങളായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അത് അറിയിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക. കൂട്ടത്തിൽ ഇന്ന് നമ്മൾ കുറച്ച് ഡിസ്കഷനിലോട്ട് പോവാണ്, ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോവാണ്. ആദ്യത്തെ സെറ്റ് എന്ന രീതിയിൽ ആദ്യത്തെ ഒരു 35 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാർട്ട് 1 ആയിട്ട് ഈ വീഡിയോ കണക്കാക്കുക. ഞാനിവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും ഡിസ്കഷനൊക്കെയാണ് നമ്മൾ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങളോട് ആൻസർ പറയിപ്പിക്കുന്നില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഹിന്റുകളും ക്ലാസ്സിൽ പറഞ്ഞ ചില മെത്തേഡുകളും ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഹെറഡോട്ടസ്? ഇങ്ങനത്തെ ആൾക്കാർ പഠിക്കുന്ന സമയത്ത് അവർ ഏത് നാട്ടുകാരാണെന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രീക്കുകാരെ നമുക്ക് ബേസിക്കലി അറിയാം. ഹെയിൽഡ് ഫ്രം പറഞ്ഞാൽ എവിടുന്ന് വന്നു എന്നുള്ളതാണ്. അയോണിയ ആണോ അല്ല തെറ്റാണോ? ഞാൻ ആ ടോപ്പിക് എടുത്ത സമയത്ത് ഹിസ്റ്റോറിയോഗ്രഫി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഇന്നത്തെ തുർക്കിയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്, പിന്നീട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആകെ സഞ്ചരിച്ചിട്ടാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അത് തെറ്റാണെങ്കിൽ, ഒന്ന് തെറ്റാണെങ്കിൽ കറക്റ്റാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്കറിയാം. തെറ്റ് തെറ്റ് തെറ്റ്. ഉത്തരം എന്താണ്? ബി ആയിരിക്കും വരുന്നത്. സോ ഒന്നാമത്തിന് ഉത്തരം ബി ആണ്. അപ്പൊ ഇങ്ങനെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റേണ്ടതാണ് എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം കൂടിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഇബ്ൻ ഖൽദൂൻ? ഇബ്ൻ ഖൽദൂന്റെ ബുക്കിന്റെ പേരാണ് കിതാബുൽ ഇബാർ. അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് മുഖദ്ദിമ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും രണ്ടും ശരിയാണ്. അപ്പൊ ഇതിൽ ഒന്നുണ്ട്, ഇത് ഒഴിവാക്കാം. തെറ്റ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്, ഇത് ഒഴിവാക്കാം. പിന്നെ 3 and 4 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതിൽ നോക്കിക്കേ, കിതാബുൽ ഇബാർ ഇസ് എ തിയോക്രാറ്റിക് നേച്ചർ. ഇബ്ൻ ഖൽദൂൻ എന്തിനാ ഫേമസ് ആയിട്ടുള്ളത്? റിലീജിയസ് ഡിസ്കഷൻ നടത്തിനാണോ? അതിന് സെന്റ് അഗസ്റ്റിനാ ഫേമസ് ആയിട്ടുള്ളത്. ഇദ്ദേഹം തിയോക്രാറ്റിക് ആയിരുന്നില്ല. അപ്പൊ മൂന്നാമത്തെ തെറ്റാണ്. ഹി ഡിവൈഡഡ് പീപ്പിൾ ഇൻ ടു നൊമാഡിക് ആൻഡ് അർബൺ. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അല്ലേ? ഇത് സ്വാഭാവികമായിട്ട് ചെയ്യാൻ സാധ്യത ഉള്ളതല്ലേ? ഓക്കെ, അപ്പൊ ആ കാര്യം നോക്കുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഇത് ശരിയാണ്. തെറ്റിയത് മാത്രമാണ് 3 മാത്രമായിരിക്കും വരുന്നത്. സോ ഓപ്ഷൻ വിൽ ബി എ. നിങ്ങൾ അങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ജനറൽ അപ്രോച്ചിലോട്ടുള്ള ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇത് നമ്മൾ ക്ലാസ് റൂമിൽ ആസ് സച്ച് ഡിസ്കസ് ചെയ്ത് ഈ വാക്ക് തന്നെ പഠിച്ചു വെച്ചോണം. ന്യൂ സയൻസ് എന്നുള്ളതാണ് ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാക്ക് പഠിച്ചു വെച്ചു, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ളത്. ഹോപ്പ് യു റിമെമ്പർ. സയൻസ് ആൻഡ് നൗ എന്ന് പറയുന്നത് അത് ഏത് ഹിസ്റ്റോറിക് ഐഡിയ, ആരുടെ ഐഡിയ ആണ്? ബാറ്റിസ്റ്റയുടെ ആണ്, വീക്കോയുടെ ഐഡിയ ആണ്, ആന്റി കാർട്ടീസിയൻ മൂവ്മെന്റ് ആണ്. നമ്മൾ പഠിച്ചതാണ് ആന്റി കാർട്ടീസിയൻ മൂവ്മെന്റ് ഫ്രം യുവർ സിലബസ്. ആൻസർ എന്താണ്? ബി ആണ് വരുന്നത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഡ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ എൻലൈറ്റ്മെന്റ് റൈറ്റേഴ്സ്? ഇത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ള ടോപ്പിക് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല. കാരണം എന്താ? സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളാ എപ്പോഴാ? 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ക്രിസ്ത്യൻ ഹിസ്റ്റോറിയനാ. ഇദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കുക. ആൻസർ എന്താണ്? ഇതാണ് വരുന്നത്. ബാക്കിയുള്ള ആൾക്കാർ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എപ്പോഴും പറയുന്ന പോലെ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിലിപ്പോ ടഫ് എന്ന് പറയാൻ മാത്രം ഒരു ക്വസ്റ്റ്യനും ഇല്ല. ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ആരും ഒന്നും ടഫ് അല്ല. കാരണം നമ്മൾ ക്ലാസ് റൂമിൽ ആസ് സച്ച് പഠിച്ച ടോപ്പിക്കുകളാ. അപ്പൊ ആ രീതിയിൽ അറിഞ്ഞിരിക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹു അമംഗ് ദ ഫോളോയിങ് റൈറ്റേഴ്സ് വെർ ദ ഏർലിയസ്റ്റ് അഡ്വക്കേറ്റ് ഓഫ് എംപിരിക്കൽ ഇൻഡക്റ്റീവ് മെത്തഡ് ഫോർ സയന്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത്? നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതിൽ ആദ്യമായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് കൃത്യമായിട്ട് ഒരു വർക്കിനെ പരിചയപ്പെടുത്തിയത് ആരാണെന്നുള്ള കോൺസെപ്റ്റിൽ കൊണ്ടുവന്നാൽ മതി. സെന്റ് അഗസ്റ്റിൻ ആണോ? കാലഘട്ടം നോക്കുമ്പോൾ അദ്ദേഹമാണ് ഏറ്റവും ആദ്യം വരുന്നത്. പക്ഷെ അദ്ദേഹം അല്ല. അദ്ദേഹത്തിന്റെ പക്ക റിലീജിയസ് ആയിട്ടുണ്ടായിരുന്ന ഇഷ്യൂ ആണ്, നമുക്കറിയാം. റിലീജിയസ് ആയിട്ടുള്ള മാറ്ററിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആൻസർ എഴുതാൻ പറ്റുന്ന ആരാണ്? ഇബ്ൻ ഖൽദൂൻ ആണ്. സോ ആൻസർ വിൽ ബി 5ന്റെ എ ആയിരിക്കും വരിക. ഏർലിയസ്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത് മോഡേൺ ടൈംസിലല്ല ചോദിച്ചിരിക്കുന്നത്, ഏർലിയസ്റ്റ് എന്ന രീതിയിലാണ്. അപ്പൊ ഇബ്ൻ ഖൽദൂൻ ആയിരിക്കും വരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള? പോസിറ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഗസ്റ്റ് കോംറ്റെ. നമ്മൾ അദ്ദേഹത്തിന്റെ ടോപ്പിക് പഠിച്ച സമയത്ത് ലാസ്റ്റ് ഇതൊക്കെ ക്ലാസ് റൂമിൽ നമ്മൾ റിവിഷന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്ത ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ട്, ആദ്യം ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിലൂടെ, പിന്നെ മെറ്റാഫിസിക്കലിലൂടെ, പിന്നീട് പോസിറ്റീവ് സയന്റിഫിക് സ്റ്റേജിലൂടെ മനുഷ്യൻ കടന്നു വരും എന്നുള്ളത്. ഓപ്ഷൻ എന്താണ്? പോസിറ്റീവിസം. ഈ 7 ക്വസ്റ്റ്യനും സിമ്പിൾ, 6 ക്വസ്റ്റ്യനും സിമ്പിൾ ആയിരുന്നു. ക്ലാസ് റൂം കൃത്യമായിട്ട് പഠിക്കുകയും ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 6 ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരുന്നു. എന്നാൽ എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിൾ അല്ല താനും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പോയിന്റ്. ഇനി നമുക്ക് കുറച്ച് ലെവൽ മാറ്റി പിടിക്കാം. സ്ട്രക്ചറൽ മാർക്സിസം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. യൂട്യൂബിൽ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ള ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ലൂസിയൻ ഫേബർ എന്ന് പറയുന്ന ഒരാളെ ഒഴിവാക്കിക്കൂടെ അറ്റ്ലീസ്റ്റ്? അല്ലെ? കാരണം ഇയാൾ എന്ത് ബന്ധപ്പെട്ട? അനാൾസുമായി ബന്ധപ്പെട്ടുള്ള ആളാണ്. യെസ്. അപ്പൊ രണ്ടാമത്തെ ഒഴിവാക്കാം. പിന്നെ 2 ഓപ്ഷൻ ഉണ്ട്. ഓൺലി 1 and 3, ഓൺലി 1 and 4 എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്.
അതിൽ പിന്നെ നമുക്ക് വരുന്നത് ഹെൻറി പിരാനെ, ബാരി ഹിൻഡസ് എന്ന് പറയുന്ന രണ്ട് ആൾക്കാരെ വരുന്നത്. അതിൽ ഉത്തരം വരുന്നത് ബാരി ഹിൻഡസും അൽത്തൂസർ എന്ന് പറയുന്ന ആൾക്കാരാണ്. ആൻസർ സി ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോണം എന്ന് നിർബന്ധമില്ല, അങ്ങനെ തന്നെ പറയുന്നു, പക്ഷെ ആൻസർ പറയുന്നത് സി ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയെന്നറിയോ? നിങ്ങളോട് ഞാൻ പഠിച്ച നോട്ട് വെച്ചിട്ട് മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആണ്. ലൂസിൻ ഫേബറും മാർക്ക് ബ്ലോക്കും ആണ് ഫൗണ്ടേഴ്സ് ഓഫ് അനാലിസിസ് സ്കൂൾ. ശരിയാണല്ലോ. അപ്പൊ എന്തായാലും ഒന്നില്ല, അത് ഇവിടെ ഓപ്ഷൻസിലും കൊടുത്തിട്ടില്ല, കാരണം അവർക്ക് അത് ശരിയായിട്ടുള്ള ഉത്തരമാണെന്നുള്ളത്. രണ്ടാമത്, അനാൾസ് അറ്റാക്ക് ദ ഫോം ഓഫ് ഹിസ്റ്ററി ഓഫ് റാങ്കിൻ സ്കൂൾ. റാങ്കിയുടെ സ്കൂളിന്റെ ഹിസ്റ്റോറിയോഗ്രാഫി ഒരു അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് നമുക്ക് ശരിയോ തെറ്റോ നമുക്ക് അറിയില്ല, പക്ഷെ അവിടെ നിൽക്കട്ടെ. സെക്കൻഡ് ഫേസ് ഓഫ് അനാൾസ് were dominated by George Dubé and Leroy Ledury. Dominant figure in the third generation was Fernand Braudel. ആക്ച്വലി ഇത് തിരിച്ചിട്ടേക്കുക. സെക്കൻഡ് ജനറേഷനിൽ ഫെർണാഡ് ബ്രോഡലും തേർഡ് ജനറേഷനിലാണ് ഇവർ വരുന്നത്. അപ്പൊ 3ഉം 4ഉം തെറ്റാണ്. 3ഉം 4ഉം വരുന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, ഇതാണ്. ഇത് ക്ലാസ് റൂമിൽ നമ്മൾ ആദ്യം അനാലിസിന്റെ ജനറേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതിൽ തന്നെ ഫെർണാഡ് ബ്രോഡലിന്റെ ലോങ് ഡ്യൂറേ കോൺസെപ്റ്റ് സെക്കൻഡ് ജനറേഷനിലാണ് ഇത് പഠിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞത്, നിങ്ങൾ ഓർക്കുന്നില്ലേ? മറക്കരുത്. മറക്കരുത് പറയാൻ കാരണം എക്സാംസ് കഴിയുന്നൊന്നുമില്ല, ഇനിയും വരും എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. സോ ആൻസർ വിൽ ബി ബി ആണ് വരിക കേട്ടോ. ഇതും ഈസി ക്വസ്റ്റ്യൻ ആണ്. രാജതരംഗിണി അടുത്തൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ഇറ്റ്സ് ഓൺലി സാൻസ്ക്രിറ്റ് ടെസ്റ്റ് ഇൻ ഏർലി ഇന്ത്യ ക്ലോസർ ഇൻ ദ ഫോം ഓഫ് ഐഡിയ ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിന്റെ എന്തെങ്കിലും ഒരു തുമ്പ് ക്ലോസർ ഇൻ ദ ഫോം ഓഫ് ഹിസ്റ്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഓൺലി സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആണ് രാജതരംഗിണി. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇതിന് മുമ്പ് നമ്മൾ ബാണപ്പെട്ട ചെയ്തിട്ടുള്ള ഹർഷചരിതല്ലേ, കുറച്ചെങ്കിലും അതിൽ കാര്യങ്ങൾ വരുന്നില്ലേ? വേറെ കുറെ ചരിത്രങ്ങളില്ലേ? സോ അത് ഓൺലി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നിങ്ങളുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റാണ് ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ തെറ്റാണ്, ഒന്നാമത്തെ തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഉത്തരം കിട്ടിയോ? സി. ബാക്കിയൊന്നും ഞാൻ വായിച്ചിട്ട് പോലും ഇല്ല, ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? 11th സെഞ്ചുറിയിലാണ്, കർമ്മധർമ്മയെ കുറിച്ച് പറയുന്നുണ്ട്, 8000 ലൈൻസ് അതിൽ വരുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളും നോക്കുക. ഫൈൻ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. അതാ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു അമംഗ് ദ ഫോളോയിങ് ആർ സബാൾട്ടൻ ഹിസ്റ്റോറിയൻസ്? ഡേവിഡ് അർണോൾഡ് ഉണ്ട്, ജ്ഞാനേന്ദ്ര പാണ്ഡെയുടെ ബുക്ക് വരെ നമ്മൾ പഠിച്ച ആൾക്കാർ. അപ്പൊ 4 എന്തായാലും ഉണ്ടാവും, 4 എല്ലാ ഓപ്ഷനിലും ഉണ്ട്. ഡേവിഡ് അർണോൾഡ് ഉണ്ട്, ഡേവിഡ് ഹാർഡ്മാൻ ഉണ്ട്. അപ്പൊ 1, 2, 4 വേണം. 1, 2, 4 ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ, ഓൾ ഓഫ് ദ എബവ് എന്ന് പറയുന്നത്. അതായത് ഷാഹിദ് അമീൻ ഈ കാറ്റഗറിയിൽ പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിഞ്ഞാലും ഇല്ലെങ്കിലും ഓപ്ഷൻസ് വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാവരും ആണ് വരിക. ആൻസർ വിൽ ബി എ. ആയിരിക്കും ഓപ്ഷൻ വരുന്നത് കേട്ടോ, സബാൾട്ടൻ ഹിസ്റ്റോറിയൻസും കാര്യങ്ങളും. ഇനി ഇത് WF ലിബി, അദ്ദേഹം ഏത് മെത്തേഡാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഉത്തരം എന്താണ്? റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡാണ്. നമ്മൾ ആദ്യമായിട്ട് വേൾഡ് ഹിസ്റ്ററിയുടെ ക്ലാസ് എടുത്ത സമയത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ. പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിയോളിത്തിക് റവല്യൂഷൻ ആരാണ് കോയിൻ ചെയ്ത്? വെറാ ഗോർഡൻ ചൈൽഡ് ആണ്. ഫൈൻ. ഹു ഇസ് കൺസിഡർഡ് ഫാദർ ഓഫ് റിനൈസൻസ് ലിറ്ററേച്ചർ? നൺ അതർ ദാൻ പെട്രാർക്ക്. ഹ്യൂമാനിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തി, അതുകൊണ്ട് പെട്രാർക്ക് ആണ് ഉത്തരം വരിക. ഫസ്റ്റ് റോമൻ എംപറർ ആരാണ്? അഗസ്റ്റസ്. ബാക്കിയുള്ള ആൾക്കാർക്ക് നമുക്ക് ഒഴിവാക്കിക്കൂടെ സിമ്പിൾ ആയിട്ട്? ഒന്ന് നോക്ക്. ഞാൻ ആ 11, 12, 13, 14 ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോയ ടോപ്പിക്കുകളായതുകൊണ്ടാണ്. ഇതിലെല്ലാ ടോപ്പിക്കും നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, റോമൻ ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ആൾക്കാരാ, റോമൻ റിപ്പബ്ലിക്കിന്റെ കഥ പഠിച്ച ആൾക്കാരാ. സോ റോമൻ എംപറർ ആരായിരുന്നു എന്നുള്ള ഒരു ചോദ്യം, 14ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൊസീഡ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇതും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം നമ്മൾ ഇവന്റ് വെച്ചിട്ട് ക്രോണോളജിക്കലി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷന്റെ ടോപ്പിക്കാ. ഫോൾ ഓഫ് ബാസ്റ്റൈൽ ആണ് ആദ്യം നടക്കുന്നത്, ടെന്നീസ് കോർട്ട് ആണോ? ഡെഫിനറ്റ്ലി ടെന്നീസ് കോർട്ട്. അപ്പൊ 2 ആദ്യം വരിക. അപ്പൊ 2 ആദ്യം വരികയാണെങ്കിൽ ഇത് ഒഴിവാക്കാം, ഇത് ഒഴിവാക്കാം, 2 വരും. പിന്നെ ഇത് ജൂൺ മാസത്തിലാണ് നടക്കുന്നത്, ഇത് ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്, ഇത് ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കുന്നത്, ഇത് 1793 നടക്കുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് 2 വരും, പിന്നെ 1 വരും. 2, 1, 2, 1, ഇത് 2, 1. പിന്നെ വരുന്നത് ഡിക്ലറേഷൻ ആണ്. 4 കഴിഞ്ഞിട്ടാണ് 3 വരിക. സി ആണ് ഉത്തരം വരിക. സി വിൽ ബി ദ ആൻസർ. അടുത്ത ചോദ്യം നിങ്ങളോട് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ സമയത്ത് നമ്മൾ പഠിച്ചതാ ഇതൊക്കെ, ഇവരുടെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളെല്ലാം. അതിൽ ജോൺ കെ ഫ്ലൈയിങ് ഷട്ടിലാണ് കണ്ടെത്തുന്നത്. അത് ശരിയാണോ? അപ്പൊ 1 ശരിയാണ്.
ഇത് രണ്ടും ഒഴിവാക്കാം. പിന്നെ 124 ഉണ്ട്, 134 ഉണ്ട്. അപ്പൊ 2ന്റെ കാര്യത്തിലാണ് കൺഫ്യൂഷൻ. 4 ശരിയാണെന്ന് ഉറപ്പിച്ചു. അപ്പൊ തന്നെ സീഡ് ഡ്രിൽ ഉണ്ട് എന്നുള്ളത് ഈ രണ്ട് ഓപ്ഷൻ നമ്മൾ ഉറപ്പിച്ചു. ഓക്കെ, പിന്നെ ഉള്ളത് 2 ആണോ 3 ആണോ എന്നുള്ളത്. എലി വിറ്റ്നി കോട്ടൺ ജിൻ ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 134 ആൻസർ എന്താണ്? ബി ആയിരിക്കും വരിക. ബി വിൽ ബി ദ ആൻസർ. ജെയിംസ് ആർഗ്യൂസ് എന്താണ്? നമ്മുടെ സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്ന മറ്റൊരു ഇൻവെൻഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, 17ാമത്തെ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗ്ലോറിയസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളത്. റവല്യൂഷൻ ടുക്ക് പ്ലേസ് ഇൻ 1688 and 89. ശരിയാണ്. അത് ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി ഉണ്ടാക്കി. ശരിയാണ്. ബിൽ ഓഫ് റൈറ്റ് 1689 പാസ്സാക്കി. പാർലമെന്റിന്റെ ഇമ്പോർട്ടൻസ് കൂടി. സ്റ്റുവർട്ട് റൂളറായിട്ട് ചാൾസ് സെക്കൻഡ് ആണോ? അല്ല. പകരം ആരായിരുന്നു? ജെയിംസ് സെക്കൻഡ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് തെറ്റാണ്. നാലാമത് തെറ്റാണ്. ഇതൊക്കെ കണ്ട് വെട്ടിക്കൂടെ? ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, 1 2 3. ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. പഠിച്ച കാര്യങ്ങൾ, അതാ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളത്, റിവിഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്നുള്ളത്. പിന്നെ ട്രീറ്റി ഓഫ് ബ്രസിലിസ്വാക്ക് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള? നമ്മുടെ റഷ്യ അത് ഫസ്റ്റ് വേൾഡ് വാറിന് വിഡ്രോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ട്രീറ്റി. മാർച്ച് 1918 ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിക്കോണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് ഒരു ലോജിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാവുന്നത് 1917 റഷ്യൻ റവല്യൂഷന് ശേഷം 1918 ഇവിടെ 3 ഓപ്ഷൻസ് വന്നതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നുണ്ട്? വിഡ്രോ ചെയ്യുന്നുണ്ട്. ആ ട്രീറ്റിയുടെ പേരാണ് ബ്രസ്റ്റോലിസ്വാക്ക്. ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത്രയും ഡേറ്റ് വെച്ചിട്ട് നമുക്ക് പഠിക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അടുത്ത് 5 പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് UN ക്യാൻ യൂസ് ദെയർ വീറ്റോ പവർ. എവിടെയാണ് അവർ വീറ്റോ പവർ ഉപയോഗിക്കുക? ഡെഫിനറ്റ്ലി ഏറ്റവും പവർ ആയിട്ടുള്ള UN സെക്യൂരിറ്റി കൗൺസിലാണ്. UNSC എന്ന് പറയുന്ന സെക്യൂരിറ്റി കൗൺസിലാണ് വരിക. ആൻസർ വിൽ ബി സി. സി ആണ് ഉത്തരം വരുന്നത്. പിന്നെ പെരിസ്ട്രോയിക്ക ഗ്ലാസ്നോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? USSRന്റെ പ്രോഗ്രാം ആണ് അല്ലെ, എക്കണോമിക് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഗോർബച്ചേവിന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിച്ചതല്ലേ നമ്മള്? യെസ്. 21ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണേ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്? 21ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും വരിക? അതായത് സ്റ്റുവർട്ട് പിഗോട്ട് എന്ന് പറയുന്ന ആള് സെൻട്രലൈസ്ഡ് സ്റ്റേറ്റിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആളാ. സോ എ വിൽ ബി 3. A3 വരുന്ന 2 ഓപ്ഷനാണ് വരുന്നത്. ഇത് രണ്ടും വെട്ടാം. A3 വരും. പിന്നെ ഇതില് അറിഞ്ഞിരിക്കേണ്ടത്, ഒരു വില്ലേജ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ ആളാണ് ഫയർ സർവീസ്. SC മാലിക് ആണ് ഒരു ചീഫ്ഡം സ്റ്റേറ്റ് പോലെ ഉണ്ടായിരുന്നത്, അല്ലാണ്ട് എന്തുണ്ടായിരുന്നില്ല, ഒരു പവർഫുൾ കിങ്ഡം ഉണ്ടായിരുന്നില്ല. SC മാലിക് പറയുന്നുണ്ട്. ഒരു ഏർലി സ്റ്റേറ്റ് കോൺസെപ്റ്റ് പറഞ്ഞതാണ് ജാക്കബ്സൺ. ആൻസർ വിൽ ബി ബി. ഇത് ആക്ച്വലി റെഫർ ചെയ്തിട്ട് കണ്ടെത്തിയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. കാരണം ഇത് അത്രയും ഇൻഡെപ്ത് ടോപ്പിക് ആണ് കേട്ടോ. ഇൻഡെപ്ത് ടോപ്പിക് ആണ്. ഇത് ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ബി ആണ് ഉത്തരം വരുന്നത്. മൂവിങ് ഫോർവേഡ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചിലത് ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗഹപതി ഓർ ഗൃഹപതി, ഗൃഹത്തിന്റെ അധിപൻ ഗൃഹപതി, വേദിക കാലഘട്ടത്തിലെ ടെർമിനോളജിയാ. ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് ശരിയാണ്, കറക്റ്റാ ചോദിച്ചിരിക്കുന്നത് നിങ്ങളോട്. അപ്പൊ ഒന്നുണ്ട്, എല്ലാത്തിലും ഒന്നുണ്ട്. അസോസിയേറ്റ് വിത്ത് ട്രേഡ് ആൻഡ് മണി ലെൻഡിങ്, അത് നിർബന്ധമില്ല. വെൽത്തി പ്രോപ്പർട്ടി ഓണർ ആൻഡ് പ്രൊഡ്യൂസർ ഓഫ് വെൽത്ത്, തീർച്ചയായിട്ടും വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. റൂളർ ആണോ? അല്ല. റൂളറിനെ നമ്മൾ എന്ത് വിളിക്കുക? ഗ്രാമപതി എന്നാണ് വിളിക്കുക, ഗ്രാമത്തിന്റെ ഹെഡ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാര്. അപ്പൊ റൂളർ അല്ല. ഇതാണ് ഇതില് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. 1 2 3 ഇല്ലാത്തത് കൊണ്ട് 1 and 3 ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആൻസർ വരിക. 1 ഉം 3 ഉം. ആൻസർ വിൽ ബി സി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മഹാമാത്രാസ് ഓർ മഹാമദാസ് മെൻഷൻ ഇൻ അശോകൻ ഇൻസ്ക്രിപ്ഷൻ. ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ പല പേരുകൾ അശോകൻ ഇൻസ്ക്രിപ്ഷൻ ഉണ്ടാകുമ്പോൾ എല്ലാം ഉണ്ടാവും. ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കും ഉത്തരം വരുന്നത്. അന്ത മഹാമാത്ര എന്ന് പറയുന്നത് എന്താണ്? ബോർഡർ ഏരിയാസ് നോക്കിയിട്ടുണ്ടായിരുന്ന ആളാണ്. ധർമ്മ മഹാമാത്ര ധർമ്മ പ്രൊപ്പഗേഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. ഇത്തിജാക്ക മഹാമാത്രാസ് എന്ന് പറഞ്ഞത് റിലീജിയസ് ടോളറേഷൻ, സഹിഷ്ണുതയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. ആ രീതിയിലൊന്ന് അറിഞ്ഞിരിക്കുക.
Okay. Moving to another question, the reason for identifying Chandra in the Mehroli inscription as Chandragupta II. Mehroli inscription Chandra എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് ചന്ദ്രഗുപ്ത സെക്കൻഡ് ആകാനുള്ള റീസൺ എന്താണ്? ചന്ദ്രഗുപ്ത referred as Chandra on his coins. സാധ്യതയുണ്ട്. ഉദയഗിരി cave inscription states that he went on Digvijaya, കോൺഗ്രസിൽ പോയിട്ടുണ്ടായിരുന്നുള്ളത്. ഡൽഹി റീജിയൻ seems to have formed part of the empire. ഇത് പറയാൻ കാരണം മെഹ്റോളി ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഡൽഹിയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാകാം ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. എന്റെ പ്രോബബിൾ ആയിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഇത് ആക്ച്വലി 11ാം നൂറ്റാണ്ടിലാണ് അനങ്പാൽ തോമർ എന്ന് പറയുന്ന തോമർ ഡൈനാസ്റ്റിയിൽപ്പെട്ട ആള് ഇതിനെ ഡൽഹിയിലോട്ട് മാറ്റുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാകാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഐ ചൂസ് ഓപ്ഷൻ ബി. 24ാമത്തെ ക്വസ്റ്റിന് നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ കമന്റ് ചെയ്യുക. ഒരു പക്ഷെ സി ആകാം അല്ലെങ്കിൽ ബി ആകാം. എനിക്ക് തോന്നുന്നത് ബി ആണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒന്നുകൂടി എടുത്തിട്ട് സി ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ രണ്ടിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ കൃത്യമായിട്ട് തോന്നുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എന്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒബ്വിയസ്ലി മേ ബി മിസ്റ്റേക്കുകൾ വന്നേക്കാം. അപ്പൊ നിങ്ങൾക്ക് തിരുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് ആയിട്ട് അത് രേഖപ്പെടുത്താം. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് ബി ആയിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ബി വെച്ചിട്ട് നിങ്ങളുടെ ആൻസർക്കിലെ മാർക്കുകൾ ഒന്ന് നോക്കുക. ഓക്കെ. Then which of the following is not a characteristic feature of feudal system? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫ്യൂഡലിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? എന്താണ്? ഡീസെൻട്രലൈസേഷൻ ആണ്. അവിടെ കൊടുത്തിരിക്കുന്ന നോക്കിക്കേ, സ്ട്രോങ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതാണ് അതിന്റെ ക്യാരക്ടർ അല്ലാത്ത വരുന്നത്. 25 ഡി ആണ് വരുന്നത് കേട്ടോ. അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സബതി സിസ്റ്റത്തിലെ 4 കൾട്ടിവേഷൻ. പൊലാജർ എന്താ? എല്ലാ വർഷവും കൾട്ടിവേഷൻ ഉണ്ടായിരുന്നതാണ്. A4. പറവത്തി എന്ന് പറയുന്നതോ കുറച്ചു കാലത്തേക്ക് 3-4 വർഷമാണെങ്കിൽ ചാച്ചർ എന്ന് വിളിക്കും. C1 ആയിരിക്കും വരിക. പറവത്തി ഫോർ സം ടൈം ആണ്. B3. ആൻസർ എന്താ? ഓപ്ഷൻ എ. A4, B3, C1, D2. ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. ഓക്കെ. 27ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ് ബേസിക്കലി. പക്ഷെ ഒരു ലോജിക്ക് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിന് അത്യാവശ്യം സബ്ജക്റ്റിൽ നോളജ് വേണം. മുഗൾ എക്കണോമി, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ദ ഡിബേറ്റ് ഓഫ് ദ പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റ് മുഗൾ എക്കണോമി. മുഗൾ എക്കണോമിയുടെ അടിസ്ഥാനത്തിൽ എത്രമാത്രം ക്യാപിറ്റലിസ്റ്റേറ്റ് ആയിട്ട് മാറാമായിരുന്നു എന്നുള്ള ഡിബേറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ മോർലാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിറ്റിൽ പോസിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. കാരണം അദ്ദേഹം ഒരു വിദേശിയാണ്. അപ്പൊ അതുകൊണ്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നോട്ട് കറക്റ്റ് ചോദിച്ചിരിക്കുന്നത് അത് ശരിയാണ്. അപ്പൊ ഇത് ഉണ്ടാവില്ല. ഒന്നാമത്തെ ഉണ്ടാവില്ല. പിന്നെ 2 ഓപ്ഷൻ ഉള്ളത്. ഒന്നിനും എല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ 2ഉം 3ഉം ശരിയാണ് എന്നുള്ളതാണ്. ഇർഫാൻ ഹബീബ് ആർഗ്യൂ ദാറ്റ് മുഗൾ എക്കണോമി ഹാഡ് സിഗ്നിഫിക്കന്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നുണ്ട്. നോ. ഇർഫാൻ ഹബീബ് മുഗൾസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച ആളാണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് അഡ്വാൻസ്ഡ് അഗ്രികൾച്ചറും മാനുഫാക്ചറിംഗ് സെക്ടറും ഉണ്ടായിരുന്നു. പക്ഷെ എന്ന് കരുതിയിട്ട് അവിടെ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റിന് വലിയ സാധ്യത കാണുമായിരുന്നില്ല എന്നുള്ളതാണ് ഇർഫാൻ ഹബീബ് പറയുന്നത്. അപ്പൊ സിഗ്നിഫിക്കന്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹം പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഉത്തരം വരാൻ സാധ്യത ഉള്ളത്. സി ആയിരിക്കും ശരിയാകാനുള്ള സാധ്യത. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് അത് രേഖപ്പെടുത്തണം കേട്ടോ. കാരണം നോളജ് വിൽ ബി ഡിഫർ ഫോർ ഡിഫർ പീപ്പിൾ. അപ്പൊ ഒന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ മതി. മൂവിങ് ടു അനദർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അർസെ മമാലിക് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്. A4. ദാബര മമാലിക് പറഞ്ഞ കറസ്പോണ്ട് ഡിപ്പാർട്ട്മെന്റ്. സദർ എന്ന റിലീജിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിലീജിയസ് ഡിപ്പാർട്ട്മെന്റ്. ഷനായി മണ്ഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയുടെ റിഫോംസ് മാർക്കറ്റ് കൺട്രോൾ ആണ്. സോ D3 എന്ന് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ D3. അപ്പൊ ഓപ്ഷൻ എ വെട്ടാം. പിന്നെ അർസി മമാലിക് പലതവണ പഠിപ്പിച്ചെന്നാണ് മിലിറ്ററി ആണെന്നുള്ളത്. A4. അപ്പൊ ഇതും വെട്ടാം. പിന്നെ സദറി സുദൂർ റിലീജിയൻ ആണ്. C2. ഉത്തരം എന്താണ്? ബി ആണ് വരിക കേട്ടോ. ബി ആണ് ഉത്തരം വരിക. ക്വസ്റ്റ്യൻ നമ്പർ 29 വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഭക്തി മൂവ്മെന്റ്. കോൺസെപ്റ്റ് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ. അപ്പൊ അത് ഞാൻ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചപ്പോഴേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസെപ്റ്റ് ഇല്ലാതെ ഒരു ഫാക്ട് പഠിച്ചിട്ടും കാര്യമില്ല എന്നുള്ളത്. ഭക്തി മൂവ്മെന്റ് പ്രൊമോട്ടഡ് ദ വർഷിപ്പ് ഓഫ് എ പേഴ്സണൽ ഗോഡ് ത്രൂ ഡിവോഷൻ ആൻഡ് ലവ്. ഡെഫിനറ്റ്ലി യെസ്, വൺ ഓഫ് ദി ഫീച്ചർ ആണ്. ദ മൂവ്മെന്റ് വാസ് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ റിച്വലിസ്റ്റ് പ്രാക്ടീസ് ആൻഡ് ടെമ്പിൾ വർഷിപ്പ്. അതവിടെ നിൽക്കട്ടെ.
നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആൻസർ കണ്ടെത്തിക്കൂടെ? ദ ഭക്തി മൂവ്മെന്റ് എൻകറേജ് സോഷ്യൽ ഇക്വാലിറ്റി ആൻഡ് ചലഞ്ച് കാസ്റ്റ് സിസ്റ്റം. യെസ്. സയൻസ് ഓഫ് ഭക്തി മൂവ്മെന്റ് കമ്പോസർ ഇൻ റീജിയൻ ലാംഗ്വേജ്. യെസ്. ഉത്തരം എന്താണ്? ബി. റിച്വലിസ്റ്റ് പ്രാക്ടീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അല്ല, ഡിവോഷൻ, ലവിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതിൽ ഒരു എലമെന്റ് ആയിട്ട് റിച്വലിസം വരാം എന്നേ ഉള്ളൂ. അല്ലാണ്ട് അത് മാത്രമല്ല, അതിന്റെ ഡോമിനേഷൻ അല്ല. ബി ഇസ് ആൻസർ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് വേണം കമന്റ് ചെയ്യാനും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒറ്റയടിക്ക് പറയരുത്. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ മെൻഷൻ ചെയ്തിട്ട് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ദ സുൽത്താനേറ്റ്സ് എംപയർ ഇനീഷ്യൽ ടെറിട്ടറിയൽ എക്സ്പെൻഷൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡിപ്ലോമാറ്റിക് മാരേജിലൂടെയാണോ? ഫസ്റ്റ് എന്നിട്ട് കല്യാണം കഴിപ്പിച്ചു തരുമെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് എന്നിട്ട് മാരിടൈം ട്രേഡ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഫസ്റ്റ് എന്നിട്ട് മിലിറ്ററി കോൺഗ്രസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വന്നിട്ട് മുസ്ലിം രാജ്യങ്ങളുമായിട്ട് കോalition ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഒബ്വിയസ്ലി ഫസ്റ്റ് തന്നെ മിലിറ്ററി കോൺഗ്രസ്റ്റ് ആണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? 711-12 സമയത്ത് ഉണ്ടായിരുന്ന അറബ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് പഠിക്കുന്നത് കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് അതൊന്ന് ആലോചിക്കാം. ആൻസർ എന്താണ്? സി. പിന്നീട് അതിനുശേഷമുള്ള സുൽത്താനറ്റ് എംപയറും അങ്ങനെ തന്നെയാണ് തുടക്കത്തിൽ വന്നത്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1191 ബാറ്റിൽ ഓഫ് ടെറൈൻ, 1192 ബാറ്റിൽ ഓഫ് ടെറൈൻ. അല്ലെ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? എല്ലാം കോൺക്വസ്റ്റിലൂടെയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. 31ാമത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഇതിൽ എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എത്ര ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മാർക്കൂടെ കമന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം കട്ട് ഓഫ് എത്ര വരും എന്നുള്ളതും പറയാം കേട്ടോ. നെയിം ഓഫ് ലീഡേഴ്സ് ആൻഡ് റിവോൾട്ട്. ബിർസ മുണ്ട ആ പേരിൽ തന്നെ ഉണ്ട്. A3. സിദ്ധു ആൻഡ് കാനു സാന്താൾ B2. A3 B2. ഉത്തരം കിട്ടിയില്ലേ? ദിഗംബർ ബിശ്വാസ് ഇൻഡിഗോ റിവോൾട്ട്. ബാബ രാം സിംഗ് കുക്കർ റിവോൾട്ട്. ഓപ്ഷൻ എ ആണ് കേട്ടോ ഉത്തരം വരുന്നത്. പഠിച്ച ടോപ്പിക്കാണ്, സിമ്പിൾ ടോപ്പിക്കാണ്, അതിലൊന്നും കൂടുതൽ പറയാനില്ല. ഈ ക്വസ്റ്റ്യനും സിമ്പിളാ. 32ാമത്തത് നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ അറിയാം? ഗീതാഞ്ജലി ടാഗോറിന്റെ ആണ് അറിയാം. ടാഗോർ ഇന്റർനാഷണലിസം ആണ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. A2. ഹിന്ദു സ്വരാജ് ഗാന്ധിയുടേതാണ്. ആനന്ദ് മത് നമുക്കറിയാം. ആനന്ദ് മാത്ത് എന്ന് പറയുന്നത് സന്യാസി റിബലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. C3. ഓക്കെ. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കൾച്ചറൽ ഹെറിറ്റേജും യൂണിറ്റിയും കണ്ടെത്താനുള്ള ഒരു ബുക്കാണ്. അപ്പൊ D4 ഉണ്ടെന്ന് ഉറപ്പിക്കുക. അപ്പൊ രണ്ട് ഓപ്ഷനെ വരിക. ഗീതാഞ്ജലി 2 ആണെന്നുള്ളത്, A2 എന്നുള്ളത്. A2 D4. A2 D4 ഏതാ ഉത്തരം വരുന്നത്? ഡി മാത്രമാണ്. ഹിന്ദു സ്വരാജ് ക്രിട്ടിക് ഓഫ് മോഡേൺ സിവിലൈസേഷൻ ആൻഡ് പ്രൊമോട്ട് സ്പിരിച്വൽ നാഷണലിസത്തിന് കൊണ്ടുപോയിട്ടുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിനൊക്കെ വളരെ സിമ്പിൾ ആണോ. കാരണം നമ്മൾ ഈ ബുക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടേ. ആനന്ദമത് പഠിച്ചിട്ടുണ്ടേ. ഡിസ്കവറി ഓഫ് ഇന്ത്യ നെഹ്റുവിന്റെ ബുക്കാണ്, നിങ്ങൾക്ക് അറിയാലോ. ഗീതാഞ്ജലി ടാഗോറിന്റെ ആണ്. ടാഗോറിന്റെ കോൺസെപ്റ്റ് തന്നെ ഇന്റർനാഷണലിസം ആണ്, നാരോ നാഷണലിസം അല്ല, യൂണിവേഴ്സൽ നാഷണലിസം ആണ്. ഹ്യൂമനിസം ആണ് ഇമ്പോർട്ടൻസ് എന്ന് നോക്കുമ്പോൾ ഈ ആൻസർ ക്വസ്റ്റ്യൻ ഈസിലി ആയിട്ട് ആൻസർ ചെയ്യേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതിനേക്കാൾ വലിയ എളുപ്പമാണ്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. മോഡറേറ്റ്സ് വെർ പ്രൈമലി കമ്പോസ്ഡ് ഓഫ് യങ്ങർ ലീഡേഴ്സ്. കളവന്മാർ നമ്മളവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് യങ് ആണോ? തെറ്റാണ്. നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്ട്രീമിസ്റ്റ് അഡ്വക്കേറ്റഡ് ഫോർ പാസീവ് റെസിസ്റ്റൻസ് ആൻഡ് നോൺ കോപ്പറേഷൻ. അത് അവിടെ നിൽക്കട്ടെ. മോഡറേറ്റ്സ് എയിംഡ് ഫോർ ഇമ്മീഡിയറ്റ് സെൽഫ് റൂൾ ആൻഡ് ഇൻഡിപെൻഡൻസ് പറഞ്ഞിട്ടുണ്ടോ? 929 മാത്രമാണ് പൂർണ്ണ സ്വരാജ് പറഞ്ഞത്. അപ്പൊ അത് തെറ്റാ. എക്സ്ട്രീമിസ്റ്റ് യൂസ്ഡ് ന്യൂസ് പേപ്പർ ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് ടു സ്പ്രെഡ് മെസ്സേജ്. അതായിരുന്നു അവരുടെ പരിപാടി. ഇത് മോഡറേറ്റ്സ് വായിച്ചു നോക്കി ഇവിടെ. അപ്പൊ കുറച്ചുകൂടെ ശരിയാവും. എക്സ്ട്രീമിസ്റ്റ് അതായിരുന്നില്ല പണി, എങ്ങനെയെങ്കിലും വയലൻസ്. അതാണ് ഇവരുടെ പാസീവ് റെസിസ്റ്റൻസ് ആൻഡ് നോൺ കോപ്പറേഷൻ എന്ന് പറയുന്നത്. ആൻസർ വിൽ ബി ബി. ബി ആണ് ഉത്തരം. ഉത്തരം ബി ആയിട്ടായിരിക്കും വരുന്നത്. ഇത് കോൺസെപ്റ്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത് കോൺസെപ്റ്റ് ആണ്. കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസാ. 33 34ാമത് വളരെ ഈസിയാണ്. തേബാഗ മൂവ്മെന്റ് ഒക്കെ നമ്മൾ ക്ലാസ് റൂമിൽ പഠിച്ച ടോപ്പിക്കാ അല്ലേ? തേബാഗ മൂവ്മെന്റ് എവിടെ നടന്നത്? ബംഗാളില്. A3. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആണ് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. തേബാഗ മൂവ്മെന്റ് നമ്മൾ ബംഗാൾ നടന്നിട്ടുണ്ടെന്ന് ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പൊ A3 വരണം. A3 വരുന്നത് 2 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഹാഫ് കഴിഞ്ഞു. ഇനി ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാൻ വരുന്നത് മദ്രാസിലാണ്. C2. ആൻസർ വരുന്നത് ഇതാണ്. എല്ലാം നമുക്ക് ചിലപ്പോൾ കിട്ടിക്കോണമെന്നുണ്ടാവില്ല, ബട്ട് ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് കുറച്ചൊരു മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമുക്ക് വെക്കാം. കാരണം ഹാഫ് 50-50 ചാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് മീഡിയം ടേമിൽ വരുന്ന മീഡിയം ഡിഫിക്കൽറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ക്രിപ്സ് മിഷൻ, കറക്റ്റ് അതാ ചോദിച്ചിരിക്കുന്നത്, ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണ്, ശരിയാണ്. ക്യാബിനറ്റ് മിഷൻ റെഫ്യൂസ് ടു ആക്സെപ്റ്റ് ദ സ്കീം ഓഫ് പാകിസ്ഥാൻ, ആരും സ്വീകരിക്കുന്നില്ല, മൗണ്ട് ബാറ്റൻ മാത്രമാണ് അവസാനം സ്വീകരിക്കുന്നത്, അതും ശരിയാണ്. വേവൽ പ്ലാൻ പ്രപ്പോസ്ഡ് ദാറ്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ് വുഡ് ഇൻട്രൊഡ്യൂസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോം ഇൻ ഇന്ത്യ ഇഫ് ഓൾ ദ ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഹെൽപ്ഡ് ബ്രിട്ടീഷ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. ആക്ച്വലി ഇതൊരു ഇൻഡെപ്ത് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ഇവര് പറഞ്ഞിട്ടുണ്ട്, വേവൽ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം വരിക ഡി ആണ്. എല്ലാം ശരിയാണെന്നുള്ളതാണ് ഉത്തരം വരിക കേട്ടോ. 35 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ 35 ക്വസ്റ്റ്യൻസിൽ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കൊണ്ടുപോവാണ്. ഇതിൽ തന്നെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് സിംപ്ലി ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് പഠിച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഇത് കിട്ടും. ഞാനിവിടെ ടിക്കറ്റ് പോകുന്നു. 1 2 3 4 5 6 ഈ 6 എന്തായാലും കിട്ടും. ഓക്കെ, 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 26. അതായത് 35 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ 26 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലാസ് റൂം ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗിൽ നിന്നും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു, മൈ ഒപ്പീനിയൻ. ഇതിൽ നിങ്ങൾക്ക് എത്ര ശരിയായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് എത്ര കട്ട് ഓഫ് വരും എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ചോദിക്കും സാർ എത്ര കട്ട് ഓഫ് വരും എന്നുള്ള കമന്റ് വരും, ഡെഫിനറ്റ്ലി വരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര ശരിയാകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പറയാം, ഏകദേശം ഓൾമോസ്റ്റ് എത്ര വരുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് അടുത്ത സെറ്റിൽ എന്ത് ചെയ്യാം, ബാക്കി 35 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ബാക്കി നോക്കിക്കോ, 9 ആണ് ഒരു മീഡിയം ടു ടഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത് 35 എണ്ണത്തിൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഇറ്റ്സ് മൈ പെർസ്പെക്റ്റീവ് ഓൺലൈൻ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഇതാണ് ഫസ്റ്റ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. വി ക്യാൻ മീറ്റ് വെരി സൂൺ ഇൻ ദ നെക്സ്റ്റ് ഡിസ്കഷൻ. ഓക്കെ, ഡിസ്കഷൻ ക്ലിയർ ആണെങ്കിൽ അത് അറിയിക്കുക. കൂടുതൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. താങ്ക് യു.